ഇവിടെ വന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഒരു വോയിസ്, ഒരു തണലായി ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. തോന്നുന്നത് ഈ വിദ്യാർത്ഥികളുടെ കൂടെ വളരെ വളരെ മോശം ഉണ്ടാവുന്നത്. എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പണ്ടോട്ടിട്ട് ഭയങ്കര എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിരുന്നു. ഇപ്പോൾ അത് ഹൈ റൈസിൽ കൂടി വരികയാണ്. പിന്നെ ഈ നമ്മുടെ ഗവൺമെൻറ് ഒട്ടും കെയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അത് പണ്ടേ നമുക്കറിയായിരുന്നു. പക്ഷേ അതിൻ്റെ സ്കെയിൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ കൂടി വന്നിരിക്കുന്നത് എല്ലാ രീതിയിലും. ഇപ്പോൾ നീറ്റ് ആയാലും, ഇപ്പോൾ റീസെൻ്റായിട്ട് ലോ കോഴ്സസിൽ ക്ലീനിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളും അബദ്ധമായിട്ടിരിക്കുകയാണ്. സോ നമുക്കൊരു എഡ്യൂക്കേഷൻ റിഫോം വേണം. അതിനുള്ള ടൈമായി. അതിനാദ്യം സ്റ്റുഡൻസിന് പ്രയോറിറ്റി കൊടുക്കണം. അവരുടെ മെൻ്റൽ ഹെൽത്തിന്, അവരുടെ എന്താ പറയുക ഇഷ്ടങ്ങൾ, ആക്ടിവിറ്റീസ്, കുറേ കാര്യങ്ങൾ. അല്ലാണ്ട് അവരെ പ്രഷർ ചെയ്ത് അവരിൽ നിന്ന് പൈസ കുറേ ഊറ്റി ഗവൺമെൻറ് ഒരിക്കലും ആൻസർ ചെയ്യില്ല. എത്ര കുട്ടികൾ മരിച്ചാൽ പോലും അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്പേഴ്സ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് നമ്പർ. സോ അതൊക്കെ മാറ്റിമറിക്കാനാണ് ഇത്രയും. ഇപ്പോൾ ജെൻസിയാണ് ഇപ്പോഴത്തെ, ഇനി വരുന്ന തലമുറയ്ക്കൊക്കെ ജെൻസിയാണ് ഇനി. പണ്ടത്തെ ആൾക്കാരെ പോലെയല്ല, നമുക്ക് നന്നായി റിയാക്ട് ചെയ്യും. സോഷ്യൽ മീഡിയയുടെ പവർ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ ഡൽഹിയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളും, കൊച്ചിയിൽ, കോഴിക്കോടിൽ എല്ലാവിടെയും തന്നെ ഇപ്പോൾ മൂവ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരും സോളിഡാരിറ്റിയിൽ ഇരിക്കുകയാണ്. ഇത് ത്രൂ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുന്നത് ഞാൻ നന്നായി വിശ്വസിക്കുന്നുണ്ട്.